കോടതി മുറിയിൽ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും നടത്തിയ അഭിഭാഷകനെതിരെ കേസ്. അഡ്വക്കേറ്റ് ബേസിൽ ലൂക്കോസിനെതിരെയാണ് അടിമാലി പോലീസ് കേസെടുത്തത്. ഇന്നലെ അടിമാലി JFM കോടതിയിലായിരുന്നു സംഭവം. വിധി പറയാൻ ജഡ്ജി ചേംബറിലേക്ക് പോയ സമയത്ത് എതിർഭാഗം ആവലാതിക്കാരിയെയും അഭിഭാഷകനെയും ബേസിൽ ലൂക്കോസ് അധിക്ഷേപിക്കുകയായിരുന്നു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ അഭിഭാഷകനെതിരെ കേസെടുത്തിട്ടുള്ളത്? എന്നാണ് ആ കോടതി മുറിക്കകത്ത് വെച്ച് അരങ്ങേറിയത്? ഈ അഭിഭാഷകനെതിരെ ചുമത്തിയിട്ടുള്ളത് അസഭ്യം, ശാരീരിക ഉപദ്രവം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും മാനനഷ്ടത്തിനും എതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കോടതി മുറികൾ വലിയ അച്ചടക്കം പാലിക്കേണ്ട ഇടമാണ് എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് അഭിഭാഷകർ ആ കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തുന്ന ആളുകളുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അടിമാലി JFM കോടതിയിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ബേസിൽ ലൂക്കോസും മറ്റൊരു അഭിഭാഷകനും ഈ സംഭവത്തിൽ ബേസിൽ ലൂക്കോസ് അസഭ്യം പറയുന്ന അഭിഭാഷകനും തമ്മിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇരുവരും തമ്മിൽ ഒരു കേസ് വാദിക്കുകയായിരുന്നു. ആ കേസിന്റെ വിധി പറയുവാൻ വേണ്ടി ജഡ്ജ് ചേംബറിലേക്ക് മാറിയ സമയത്ത് എതിർഭാഗം അഭിഭാഷകനെയും ആവലാതിക്കാരിയെയും ഈ അഭിഭാഷകൻ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കേസ് എടുത്തിട്ടുള്ള ഈ പരാതിക്കാരി. ഈ ആവലാതിക്കാരിയുടെ പരാതിന്മേൽ അടിമാലി പോലീസ് ഇന്നലെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. ഏതായാലും അടിമാലി ബാറിലും ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. കോടതി മുറിക്കുള്ളിൽ വേണ്ടത്ര അച്ചടക്കം പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കോടതി ഈ വിഷയത്തിൽ ഒരു നടപടി എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരി, കോടതി മുറിക്കുള്ളിൽ വെച്ച് അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും നടത്തിയതിനാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ബേസിലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മുഹമ്മദ് ആഷിഖാണ് വിശദാംശങ്ങൾ നൽകിയത്.